ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ DIY പേപ്പർ ക്യാമറ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ നോർമൽ 2 വൈറ്റ് വരല്ലാത്ത പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിൽ ഞാനൊരു ചിത്രം വരയ്ക്കുന്നുണ്ട്, വരച്ചിട്ട് കാണാം. അങ്ങനെ ആ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് മെഷർമെൻറ്റ്സ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതിൽ ആ ഒരു ബോക്സ് നമുക്ക് മുറിച്ച് കളയാനുള്ളതാണ്. ഇനി മറ്റു ചിത്രം കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ പേപ്പറിലെ ചിത്രങ്ങൾ. അത് ഓപ്ഷനിലാണ് കേട്ടോ, അത് വേണ്ട. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം. ഇത് ഓപ്ഷനിലാണ്, അത് വേണ്ട. ഞാൻ ഉണ്ടാക്കി പക്ഷേ വേണ്ട. ഇത് 3 സെൻറ്റിമീറ്ററാണ്. പിന്നെ അങ്ങനത്തെ ഒരു ചിത്രം വരയ്ക്കാനുണ്ട്. പിന്നെ 11 സെൻറ്റിമീറ്ററിൽ നീളത്തിലില്ല ആ 2 വട്ടം അറ്റാച്ച് ചെയ്തുള്ള സാധനം വരക്കാണ്ട്. പിന്നെ ഇത് കളർ ചെയ്യാം. അങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂ കളറാണ് വെച്ചിട്ടുള്ളത്. അവിടെ കുറച്ച് പരന്നിട്ടുണ്ട്. സിനിമ റോളിനൊക്കെ കളർ ചെയ്ത് ഇതുപോലെ നിങ്ങളും ചെയ്യുക. അത് വെട്ടാനാണ്. അടുത്തത് യെല്ലോ കളറിൽ ഞാൻ ആ ക്യൂബ് കളർ ചെയ്തിട്ടുണ്ട്. ആ സിനിമ റോളിൻ്റെ ആ സ്റ്റാർ ഉള്ളത് അതും കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് ടാപ്പ് ഒന്ന് ഒട്ടിക്കാം. അങ്ങനെ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾക്കാണ് ഞാൻ ടാപ്പ് ഒട്ടിച്ചിട്ടുള്ളത്. അത് ഞാൻ ഒട്ടിച്ചിട്ടില്ല, അത് വേണ്ട. മറ്റേത് ഫുള്ളായിട്ട് ഒട്ടിക്കുന്നുണ്ട്, അതും കട്ട് ചെയ്യണം. ഇത് ഫുള്ളായിട്ട് അല്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. അടുത്തത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. ഇനി ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് റോ ഒന്ന് ചെറിയ കട്ടാക്കി മുറിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ബാക്കി ഇതൊക്കെ ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് മുറിച്ചത്. അപ്പോൾ പിന്നെ ഞാനത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു റോ ഫുള്ളാക്കുന്നുണ്ട്. അതുപോലെ മറ്റേ സൈഡത്തിൽ ചെയ്ത് കൊടുക്കുക. നടുവശത്ത് അല്ലാത്ത ഈ 2 സൈഡൊന്നും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു സാധനമായിട്ടുണ്ട്. ഇനി ഈ ക്യൂബ് ഇങ്ങനെ സൈഡ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാണ്ട്. ഇനി ഇതിനേറ്റിൽ വേറെ സാധനം ഉണ്ടാക്കാണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 സ്ട്രിപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്, ചെറുത്. അത് രണ്ടും പാടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ആദ്യം പേപ്പർ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, പേപ്പറിൻ്റെ സ്പ്രിങ് ഉണ്ടാക്കാറില്ല, ആ സാധനം ഉണ്ടാക്കണത്. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ സ്പ്രിങ് ഉണ്ടാക്കാം. അതുപോലെ വേറെ ഒന്നും കൂടിയും വെച്ച് കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഞാൻ ചെയ്തപ്പോൾ പേപ്പർ ബാക്കി ചെറുതായത് പിന്നെ അങ്ങനെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറ്റേത് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഞാൻ സ്പ്രിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളും വീഡിയോൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാക്കി വെക്കുക. നല്ല രസമുള്ള സാധനമാണ്, കളിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഇനി അത് രണ്ടും പാടെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സെറ്റാക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതെന്താ കാട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കൊളാവും. അപ്പോൾ നേരെ നമുക്ക് ചെയ്യാം. എന്നാലും ഞാൻ പറയാം. അത് ആ 2 വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ആ കുഞ്ഞി ഇത് വെച്ച് ഫുള്ള് ചുറ്റിയെടുക്കുക എന്നാണ്. അപ്പോൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ ആദ്യത്തെ ഒരു വട്ടത്തിന് വേണ്ടി ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു കറക്റ്റ് വട്ടത്തിൽ സാധനം കിട്ടും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ചെറിയ പീസ് ടാപ്പ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരെ നോക്കി ചെയ്യുക. ഇതാണ് കുറച്ച് ടാസ്കിൽ പണിയേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഫുള്ള് ആദ്യം ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയിട്ട് കാണാം. അങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എക്സസൈസ് കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കുന്നുണ്ട്. ഇനി മറ്റേ സൈഡിലെ നമ്മൾ മുറിച്ചിരുന്നത് ഒന്ന് അമർത്തിയിട്ട് ഈ റൗണ്ട് ഒന്ന് വെച്ച് ടാപ്പ് ഒട്ടിച്ചെടുക്കാം. ചെറിയ പീസ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. വീട്ടിൽ കാണുന്ന പോലെ ചെയ്താൽ മനസ്സിലാകും. ഇനി ഞാൻ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. ആ പഞ്ഞി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫിൽ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു സ്കുഷി പോലെ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്കുഷി പോലെയൊക്കെ വരും. പക്ഷേ ഇത് സ്കുഷി അല്ല കേട്ടോ. അത് കുറേ കാലം കേടായിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കേടായിരിക്കാൻ വേണ്ടി ആക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ പഞ്ഞിയരച്ച്. ഇനി എൻ്റെ ടാപ്പിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് വന്നിരുന്നു. അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ഈ ബോക്സാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ലെവലാക്കി വെക്കുകയാണ്. പിന്നെ ബോക്സ് വീട്ടിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി സൈഡ് ആ സൈഡൊന്ന് മടക്കി അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ മടക്കിയിട്ട് ടാപ്പ് ഒരു പീസ് വെച്ചിട്ടുണ്ട്. ആ പീസ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ്. ചെറിയ സൗണ്ടിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ബോക്സ് ഒന്ന് ഈ ചെറിയ ഒരു സ്ക്വയർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിന് രണ്ട് സൈഡിലും ടാപ്പ് വെച്ച് 4 സൈഡാണ്. അപ്പോൾ ടാപ്പ് വെച്ചൊന്ന് ചെറിയ പീസ് ടാപ്പ് വെച്ചിട്ട് ഇന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു ബോക്സ് പോലെ കിട്ടും. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബോക്സ്. പിന്നെ ഒരു കുഞ്ഞൻ ബോക്സ് കിട്ടും. നമ്മളെ മെയിനായിട്ട് ബോക്സ് അതിലേക്ക് ഞാൻ പഞ്ഞി എടുത്തിട്ടുണ്ട്. പഞ്ഞി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പഞ്ഞി വെച്ചെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന്. പിന്നെ ഞാനത് മാറ്റിയിട്ട് ഞാൻ ആ സ്പ്രിങ്ങിന് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് മേലെ ഗ്ലൂവും തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പ്രിങ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ആദ്യം എടുത്ത ബോക്സ് തന്നെ ഒന്ന് ബാക്കിയുള്ള സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ സൈഡ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ചിട്ട് ഞാൻ അതിലേക്ക് പഞ്ഞി ഫില്ല് ചെയ്യാണ്. പിന്നെ കുറച്ച് സ്പീഡായി കാണിക്കുന്നുണ്ട്. കുറേ സമയം എടുത്ത് വേവിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ട കരുതി.
അപ്പോൾ ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ സ്വിച്ച് അടിയിലൂടെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ആ ഹോള് ഞാൻ മുറിച്ചിട്ടായിരുന്നു തന്നെ, അത് ഞാൻ പറയാൻ പറഞ്ഞു. ഒന്ന് മെല്ലെ കീറാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ഞി, നേരത്തെ എടുത്ത കോട്ടൺ പോലെ സാധനം പഞ്ഞി ഫുള്ളൊന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പെട്ടിയിൽ നിന്ന് മറ്റേ പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിച്ച് അടച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് ഫുള്ള് ടേപ്പ് സെറ്റ് ആക്കണം. കുറച്ച് കൂടുതൽ കഴിഞ്ഞപ്പോൾ കുറച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അത് ഒട്ടിക്കുകയാണ്. അത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. നീളത്തിൽ വീസിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. ചെറുതായി വെക്കാറെ ഒറ്റടിക്ക് നല്ലത്. അങ്ങനെ വെച്ച് നീളത്തിലൊരു ടാപ്പ് പീസ് വെച്ച് ഒട്ടിക്കുന്നതാണ്. പിന്നെ മറ്റേ സൈഡ് വരുന്ന പഞ്ഞി ഉള്ളിലേക്ക് അരച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു കറക്റ്റ് സ്കുഷി. എന്നിട്ട് അതിൻ്റെ വേറെ സ്കുഷി ആയിട്ട് വാങ്ങാം. എങ്ങനെയുണ്ട് ഉണ്ടോ? ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ, മറ്റേത് ബാക്കാണ്. അപ്പോൾ ക്യാമറൻ്റെ ആ ഒരു റോള് പിടിയും വെച്ചിരിക്കും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സ്വിച്ച് പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വിച്ച് ഞാൻ പ്രസ് ചെയ്തപ്പോൾ ആദ്യം പ്രസ് ചെയ്തപ്പോൾ പിന്നെ എന്തോ ചെറിയൊരു തകരാറ് വന്നു. പിന്നെ അത് ഞാൻ ലെവലാക്കി കൊടുത്തിട്ടോ. നല്ലൊരു സ്കുഷി ആയിട്ടുള്ളൊരു സാധനമാണ്. സ്വിച്ച് ഒന്ന് അമർന്ന് വലിപ്പിച്ച് ലെവലാക്കി റെഡിയാക്കി. അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ബാക്കാണ്, നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് ഫ്രണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഫ്രണ്ട് ആവുക. അപ്പോൾ ഇത് ബാക്ക്, മറ്റേത് ഫ്രണ്ട്. ഇനി നമ്മൾ സിനിമ റോളിൻ്റെ ഈ സാധനമല്ലേ, ഈ സ്റ്റിക്കർ ഒന്ന് ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്ലൂ ടാപ്പ് റൂളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ എടുക്കാം, അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ ഇത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ആദ്യം അവിടെ കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്, അവിടെ ഒട്ടുന്നുണ്ട്. ഇനി ഞാനിത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ സിനിമ റോളിൻ്റെ ഒരു ക്യൂട്ട് പിക്ചർ. അതിൻ്റെ ആ ബട്ടൺ ഒന്ന് എന്തോ പ്രശ്നമായി ഇപ്പം നേരേക്ക് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സർക്കിൾ ഭാഗത്ത് കുറച്ച് നേരത്തെ ചെയ്തല്ല ഗ്ലൂ തേച്ച് അത് അവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ക്യാമറ. ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ്, ലൈക്ക്, സപ്പോർട്ട് ഒക്കെ മറക്കരുതേ.